പമ്പയിലെ സന്നിധാനത്തെത്തി പമ്പയിലെ തിരക്കും കഴിഞ്ഞ് അവിടുന്ന് പിന്നെയും നടന്ന് ചിലര് കാനനപാത താണ്ടി പിന്നെ അവിടുന്ന് ചെന്ന് ദർശനത്തിന് വേണ്ടി 18-ാം പടി ചവിട്ടി. ഞാനോട് ചോദിച്ചു, എത്ര നേരം അയ്യനെ കാണാൻ പറ്റും? 41 ദിവസത്തെ വ്രതമെടുക്കുന്ന ആൾ, ഭക്ഷണത്തിൽ നിയന്ത്രണം, വസ്ത്രത്തിൽ നിയന്ത്രണം, എല്ലാ നിയന്ത്രണങ്ങൾക്കും ഒടുവിൽ അവിടെ ചെന്ന് ഈ മല ചവിട്ടി അയ്യനെ അവർക്ക് കാണാൻ കിട്ടുന്നത് എത്രയാ? 2-3 സെക്കൻഡോ? എത്ര സെക്കൻഡ് കിട്ടും? 2 സെക്കൻഡ്. അപ്പോഴത്തേക്കും അടുത്ത ആള് വന്ന് ബാക്കിൽ വന്ന് പോലീസുകാർ നമ്മളെ മാറ്റൂലേ? 41 ദിവസത്തെ വ്രതമെടുക്കുന്നവർ, ഇവിടുന്ന് നടന്ന് അതുവരെ പോകുന്നവർ, അവിടെ ഈ കാനനപാത താണ്ടുന്നവർ, അവിടെ ചെന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിലൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു, കാസർകോട്ടുകാരനാ. 52 മണിക്കൂർ എടുത്തു അവര് കാനനപാത താണ്ടിയിട്ട് അവിടെ ചെന്ന് അയ്യന്റെ അടുത്ത് എത്താൻ. അവിടെ ചെന്ന് കിട്ടുന്ന ആ 1 സെക്കൻഡ് ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒരു മുഹൂർത്തമായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സാധാരണ വിശ്വാസികൾ കോടിക്കണക്കിനുള്ള ഒരു മണ്ണിലാണ് ആ അയ്യന്റെ സ്വർണം കവരാൻ ഒരു ഗവൺമെന്റ് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷാവിധി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി കഴിഞ്ഞു എന്നാണ് ആരെങ്കിലും ധരിക്കുന്നതെങ്കിൽ ഇല്ല. അതിന്റെ ശിക്ഷാവിധി അന്തിമമായി ഈ നാട്ടിലെ ജനങ്ങൾ വിധിക്കാൻ പോകുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട, ഒരു സംശയവും വേണ്ട. അതാണ് കോടതി തന്നെ ചോദിച്ചത്, പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപത്തിന് പ്രതിക്രിയയാകുമോ എന്ന് കോടതി തന്നെ ചോദിച്ച ഒരു കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന ഭരണാധികാരിക്ക് എത്ര ചങ്കുണ്ടെങ്കിലും അതിനെ തകർക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമെന്നുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മളോട് ഈ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. 552 ഗ്രാമപഞ്ചായത്തുകളും 83 ബ്ലോക്ക് പഞ്ചായത്തുകളും 54 മുനിസിപ്പാലിറ്റികളും 4 കോർപ്പറേഷനും 7 ജില്ലാ പഞ്ചായത്തും UDFന് ലോട്ടറി അടിച്ചതല്ല, ജനങ്ങൾ നിങ്ങളെ ശിക്ഷിച്ചതാണ് എന്ന കാര്യം അതിനൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല. കോടതിയുടെ ഓരോ നിരീക്ഷണത്തിലും, കോടതി ജാമ്യം നിഷേധിച്ചിറക്കുന്ന ഓരോ ഉത്തരവിലും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വൻ തോക്കുകൾ എന്താണ് ഇതിൽ വരാത്തത് എന്ന് SITയോട് കോടതി ചോദിക്കുന്നു. കോടതിക്ക് SITയുടെ മേലെയുള്ള സമ്മർദ്ദത്തെ, അതിനെ ഊഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ കോടതി നടത്തുന്നു. നിങ്ങൾ ആലോചിക്കണം, ഈ അന്വേഷണ സംഘത്തിന്റെ മേലെ ഗവൺമെന്റ് നടത്തുന്ന ഇടപെടലുകൾ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇതിന്റെയും മേലെയുള്ള നേതാക്കന്മാരുടെ അറസ്റ്റ് തടയാൻ കിണഞ്ഞ് ശ്രമിക്കുന്ന ഭരണാധികാരിയുടെ പേരാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതികൾക്കും അത് ബോധ്യപ്പെടുകയാണെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. കിണഞ്ഞ് ശ്രമിക്കുക, തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും ഇവരുടെ അറസ്റ്റിനെ ഒന്ന് ഒഴിവാക്കി കിട്ടാനുള്ള കിണഞ്ഞ പരിശ്രമത്തിന് നേതൃത്വം നൽകുക ഭരണ നേതൃത്വം. അതിന് കൂട്ടുപിടിക്കുകയാണ് ഭരണ നേതൃത്വം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പത്മകുമാർ എങ്ങനെ ഇപ്പോഴും പാർട്ടിയുടെ നടപടികൾക്ക് വിധേയനാവാതെ മാറി നിൽക്കുന്നത്? ഇതുപോലെ ഒരു കേസിൽ കോടതി ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞ മൈൻഡ് ബ്ലോവിംഗ് എന്ന വാക്ക് കോടതി ഉപയോഗിച്ച ഒരു കേസിൽ, അങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ, മുൻ MLA അവരുടെ പാർട്ടിയുടെ ആ കമ്മിറ്റിയിൽ നിന്ന് ഒരിക്കലും നീക്കം ചെയ്യാനോ നടപടിയെടുക്കാനോ സസ്പെൻഡ് ചെയ്യാനോ പോലും തയ്യാറാവാതിരിക്കുന്നതിന്റെ കാര്യവും കാരണവും പത്മകുമാറിന്റെ നടപടിയിലേക്ക് പാർട്ടി കടന്നാൽ പത്മകുമാറും സംസാരിച്ചു തുടങ്ങും. അത് സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ പാർട്ടിക്ക് താങ്ങില്ല എന്നുള്ളത് അവരുടെ ഭരണത്തിലിരിക്കുന്ന ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തേ കോടതി തന്നെ പറഞ്ഞില്ലേ, കഴിഞ്ഞ തട്ടിപ്പിന് കൂട്ടി നിൽക്കാനല്ലേ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടും വീണ്ടും ഇതേ പോറ്റിയെ തന്നെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും ശ്രമിച്ചത് എന്ന് കോടതി തന്നെ നേരിട്ട് ചോദിച്ചില്ലേ? ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതും ഒരു അഴിമതി ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ നേരിട്ട് ചെയ്തു എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ട് എന്തേ അവരിലേക്ക് അറസ്റ്റിലേക്ക് ഇവിടുത്തെ അന്വേഷണ സംഘം കടക്കാത്തത് എന്ന ചോദ്യമല്ലേ അതിന്റെ ഉത്തരമായി വരുന്നത്? എന്ന് വെച്ചാൽ എന്താ, അവരെയൊക്കെ പിടിച്ചാൽ, പ്രശാന്തിനെ പിടിച്ചാൽ, കടകംപള്ളിയെ പിടിച്ചാൽ, ആ ആളുകളൊക്കെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അത് പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർക്കും ഭരണ നേതൃത്വത്തിന്റെ തലപ്പത്തിരിക്കുന്നവർക്കും താങ്ങാൻ കഴിയാത്തതാണ് എന്നതുകൊണ്ടല്ലേ ഇപ്പോഴും ഒരു നടപടി പത്മകുമാറിനെതിരെ എടുക്കാത്തത്? നിങ്ങൾ ആലോചിക്കുക, പത്മകുമാർ പാർട്ടിക്കകത്തും പയ്യന്നൂരിലെ രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിച്ചു എന്ന് തുറന്നു പറയേണ്ടത് വന്നതിന്റെ പേരിൽ കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തും. അതാണ് ഇപ്പോഴത്തെ CPIM എന്നുള്ളത് അവരുടെ ആളുകൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ പാർട്ടിക്കകത്ത് 2 ആളുകളുണ്ട്, 2 വിഭാഗം ആളുകളുണ്ട്. ആ രക്തസാക്ഷി ധൻരാജ്, എന്താ പേര്, ആ രക്തസാക്ഷി പാർട്ടിക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിച്ചവൻ, ഏത് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലി കൊടുത്തവരും ധീരരായ രക്തസാക്ഷികൾ.
ആ രക്തസാക്ഷിയുടെ കുടുംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞു പിരിച്ച കോടികൾ, ആ കോടികളെ സംബന്ധിച്ച് പാർട്ടി പറഞ്ഞിട്ട് അന്വേഷണം നടത്തിയ ആളുകൾ. ഇപ്പൊ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്, ഞങ്ങൾ പിരിച്ച പണം അതിന്റെ കണക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. വേണ്ട, ഞങ്ങളോട് പറയണ്ട, മാധ്യമങ്ങളോട് പറയണ്ട. പക്ഷെ നിങ്ങളുടെ പാർട്ടി ഏൽപ്പിച്ച ഓഡിറ്റർ ഉണ്ടല്ലോ, പാർട്ടി ഏൽപ്പിച്ച ജില്ലാ കമ്മിറ്റി അംഗം, അയാളോട് പറയാൻ പാർട്ടിക്ക് ബാധ്യതയില്ലേ? ഞങ്ങൾ ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണമാണോ? മാധ്യമങ്ങൾ എവിടുന്നെങ്കിലും കുക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ആരോപണങ്ങളാണോ? അല്ലല്ലോ. അവിടെ ആ പാർട്ടി ഇത് ഓഡിറ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ ഏൽപ്പിച്ച ആളുകൾ പറയുന്നു ദശലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് അതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന്. അയാളുടെ ചോദ്യങ്ങൾക്ക് വല്ല ഉത്തരവുണ്ടോ? അതിന് കൃത്യമായ വല്ല മറുപടി ഉണ്ടോ? ആ രക്തസാക്ഷി കുടുംബം, ഇന്നലെ ഇന്നും ചില ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ രക്തസാക്ഷിയുടെ കുടുംബത്തിൽ ഒരു വിവാഹം, ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നത് പാർട്ടി പുറത്താക്കിയ കുഞ്ഞികൃഷ്ണൻ. ആ പങ്കെടുക്കുമ്പോ അടുത്ത് നിൽക്കുന്നത് ആ രക്തസാക്ഷിയുടെ, ധീരനായ രക്തസാക്ഷിയുടെ ഭാര്യ. അപ്പൊ ആ കുടുംബത്തിന്റെ അടുപ്പമാരോടാ? CPIM-ൽ ചില വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. അത് പഴയ പോലെ VS പിണറായി വിഭാഗീയതയല്ല. ഇപ്പോഴുള്ള വിഭാഗീയത ഭരണത്തെ സ്നേഹിക്കുന്നവരും പാർട്ടിയെ സ്നേഹിക്കുന്നവരും എന്നല്ല, രണ്ട് തട്ടിലേക്ക് ആ പാർട്ടിയുടെ ആളുകൾ മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ പുറത്തു വരുന്നത്, ഇത്തരം കാര്യങ്ങൾ ധൈര്യസമേതം പുറത്തു വരുന്നത്. അയാൾ പറഞ്ഞിട്ടുണ്ട്, 50 വർഷം ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച എനിക്കറിയാത്തതാണോ ഈ പാർട്ടി എന്ന് കുഞ്ഞികൃഷ്ണനെ പോലുള്ള ആളുകൾ പറയുന്നു. അപ്പൊ രക്തസാക്ഷികളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും അവരൊരു വശത്താണെങ്കിൽ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവർ മറുവശത്താണ്. ആ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചതോടൊപ്പം പാർട്ടിയോട് സ്നേഹമുള്ള സഖാക്കളും ഈ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരെ ചോദ്യം ചെയ്യുന്ന നാളുകളാണ് കേരളത്തിൽ ഇനി വരാനിരിക്കുന്നത് എന്ന കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് ആർക്കും വേണ്ട. അതുപോലെയാണ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നത്. നിങ്ങൾ അറിയണം, മധുസൂദനൻ പാർട്ടിക്കകത്ത, പത്മകുമാർ പാർട്ടിക്കകത്ത. ഈ കുറയുന്ന ശബരിമല കൊള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാരും പാർട്ടി നടപടിക്ക് വിധേയമാവുന്നില്ല. പക്ഷെ പാർട്ടി രക്തസാക്ഷിയുടെ ഫണ്ട് അത് മോഷ്ടിച്ചു എന്ന് പാർട്ടിയോടും പൊതുസമൂഹത്തോടും പറഞ്ഞതിന്റെ പേരിൽ പാർട്ടിക്കകത്തുള്ള ഒരാൾ, അയാൾ ഇപ്പൊ പാർട്ടിയുടെ പുറത്താ, കുഞ്ഞികൃഷ്ണൻ. എന്നിട്ട് ജില്ലാ സെക്രട്ടറിയും ഗോവിന്ദൻ മാഷൊക്കെ വന്നിട്ട് പറയാണ്, ഇതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെയും ലീഗിന്റെയും കാര്യമാണെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ പോലെ പെരുമാറുന്ന ആളുകളാണ്. ഓഡിറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പോലെ പെരുമാറുന്ന ഗോവിന്ദൻ മാഷ് ഈ കാര്യം ചോദിക്കുമ്പോൾ പറയുന്നത്, നിങ്ങളോട് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളല്ല, ആ പാർട്ടിക്കകത്തുനിന്ന് തന്നെ ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമരം അതുകൊണ്ട് തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ, നാട്ടിലെ വിശ്വാസികൾ എല്ലാ ജാതി മത രാഷ്ട്രീയത്തിനും അതീതമായി ശബരിമല സ്വർണ്ണക്കേസിലെ മുഴുവൻ കള്ളന്മാരെയും വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടെ കട്ടവർ അവർ പാഠം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ജനത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ പറയാൻ ശ്രമിച്ചത് എന്താ? ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അയ്യന്റെ സ്വർണം കാക്കാനുള്ള ബോർഡാണ്, കക്കാനുള്ള ബോർഡല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ജനം തെളിയിച്ചില്ലേ? അത് മനസ്സിലാവാതെ ഈ ഭരണ നേതൃത്വം ഈ കൊള്ളക്കാർക്ക് നൽകുന്ന പിന്തുണയെ, ആ പിന്തുണയെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും ജനകീയമായി തന്നെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം കോടതിയുടെ സംശയങ്ങൾക്ക് പോലും ഇതുവരെ ദൂരീകരണമില്ല. അറസ്റ്റ് വൈകിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഭയന്നിട്ടാണെങ്കിൽ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇത് ജനങ്ങളോട് പറഞ്ഞേ തീരൂ. ഈ കള്ളക്കമ്പനിക്ക് കൂട്ടുനിൽക്കുന്നതും സംരക്ഷണം കൊടുക്കുന്നതും ആരാണ്? കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയാണ്. ഇവരുടെ എല്ലാം ചീഫ് പാട്രൺ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മുഖ്യ രക്ഷാധികാരിയായി സ്വയം അവതരിക്കുകയാണ്. ഗുണ്ടകൾക്ക് പോലീസിനകത്താണെങ്കിലും പുറത്താണെങ്കിലും, കൊള്ളക്കാർക്ക് പാർട്ടിക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും സംരക്ഷണം ഒരുക്കുന്നവർ, ദേവസ്വത്തിന്റെ സ്വത്ത് കവർന്നവർ, അയ്യന്റെ സ്വത്ത് കവർന്നവർ, ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്വർണം പൂശിയതല്ല, അത് പതിച്ചതാണ്, പൊതിഞ്ഞതാണ്. അതിനെ മാറ്റിയിട്ടാണ് ചെമ്പ് മാത്രമേ ഞാൻ സ്വർണം പൂശുള്ളൂ എന്ന് പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കള്ളത്തരം പറഞ്ഞ് അവരെല്ലാം കൂട്ടുപിടിച്ച് പ്രചരണം നടത്തിയത്. അറസ്റ്റിലായപ്പെട്ടവർ ഓരോരുത്തരും ആരാണ്? വാസുവിനെ പോലുള്ള ആളുകൾ, ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ ഈ ശബരിമലയിലെ യുവതി പ്രവേശന കാര്യത്തിൽ അത് വിശ്വാസത്തോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് കൊടുത്ത സത്യവാങ്മൂലം അതിനെ അട്ടിമറിക്കാൻ, സർക്കാരിനെ കൊണ്ട് അതിനെ അട്ടിമറിപ്പിച്ച് ഇവിടെ പറയുന്ന ഈ യുവതി പ്രവേശനം സാധ്യമാക്കാൻ
അതിന് കൂട്ടുനിന്ന ആള് വാസുവിനെ പോലുള്ള ആളുകളാണ്. പോലീസ് കളിക്കുന്ന കള്ളക്കളി നിങ്ങൾക്കറിയാം. ഇപ്പൊ അടുത്ത് അറസ്റ്റ് ആയപ്പെട്ട ഒരാൾ, ഒരു IPS ഉദ്യോഗസ്ഥന്റെ അച്ഛൻ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിടാൻ നോക്കിയപ്പോഴും അവിടെ പോലീസിന്റെ SIT കോടതി നിർദ്ദേശം വന്നപ്പോ അവര് മഫ്തിയിൽ ചെന്നിട്ടാണ് അവിടുന്ന് പിടിച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നത്. ഇപ്പൊ ഭരണകൂടം കൊള്ളക്കാർക്കൊപ്പമാണ്. ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന ആള് തന്നെയാണ് ഈ കൊള്ളക്കാരുടെ മുഖ്യ രക്ഷാധികാരി. പക്ഷെ ജനങ്ങളാണ് അധികാരത്തെക്കാൾ വലിയ ശക്തി എന്ന് തിരിച്ചറിയാത്ത ഈ ഭരണകൂടത്തെ അതിനെ താഴെ ഇറക്കാൻ നോക്കും, താഴെ ഇറക്കാൻ കാത്തിരിക്കുകയാണ്. ഒരവസരം കൂടെ പോളിംഗ് മെഷീൻ, ബാലറ്റ് മെഷീൻ മുമ്പിൽ വന്നാൽ നിങ്ങൾ നിസ്സംശയം എഴുതി വെച്ചോ, രക്തസാക്ഷികളെയും പാർട്ടിയെയും സ്നേഹിക്കുന്ന യഥാർത്ഥ സഖാവും ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത് ഐക്യജനാധിപത്യ മുന്നണിക്കായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. മറ്റൊരു വിഭാഗമുണ്ട്, ഇവര് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പ്രസ്താവനകൾ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നിട്ട് പറയാണ് INC എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് മുസ്ലിം കോൺഗ്രസ് ആണ് എന്നുള്ളത്. ഇത്ര വലിയൊരു നിലവാര തകർച്ച, സ്റ്റേച്ചറിന് ചേരാത്ത തരത്തിൽ, പദവിക്ക് ചേരാത്ത തരത്തിൽ നിരന്തരം സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, തെരഞ്ഞെടുപ്പ് വരുമ്പോ ചെയ്ത കാര്യങ്ങളോ നേടിയ കാര്യങ്ങളോ പറയാൻ കഴിയാതെ ഇന്ത്യൻ റുപ്പി $1 93 രൂപയായി കൂപ്പുകുത്തി താഴെ കിടക്കുമ്പോ അതിന്റെ താഴെ നിലവാരമുള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് മാത്രമാണ്. ബാക്കിയെല്ലാം ആ പറയുന്ന നിലവാരത്തിലേക്ക് മാറി. അങ്ങനെ കൂപ്പുകുത്തുമ്പോ അതിന് പറയാൻ മറുപടിയില്ല. പണ്ട് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോ ഞാനാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ രൂപ അതിന്റെ വിനിമയ നിരക്ക് ഇങ്ങനെ താഴില്ല എന്ന് ഉറച്ചുറച്ച് പ്രഖ്യാപിച്ച പ്രസംഗങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഉത്തരവുണ്ടോ? പെട്രോളിനും ഡീസലിനും 40ഉം 50ഉം കടന്നപ്പോ അതെന്തോ വലിയ പാതകമാണെന്ന് പ്രസംഗിച്ചിരുന്ന ആളുകൾ ഇപ്പൊ അത് സെഞ്ചുറി അടിച്ചു നിൽക്കുമ്പോ പറയാൻ ഒരു മറുപടി ഉണ്ടോ? നടത്താൻ ഒരു പത്രസമ്മേളനം ഉണ്ടോ? എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ഇനി അതും വേണ്ട. ഗ്യാസിന് സിലിണ്ടറിന് 400 ആയപ്പോ ഇവിടെ കുറ്റി കൊണ്ട് റോട്ടിലിറങ്ങിയിരുന്ന പല BJP നേതാക്കന്മാരും ഇത് 1000 കടന്നിട്ട് ഈ തെരുവിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇപ്പൊ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അതിന് പകരം നേരിട്ട് വന്ന് കുത്തിത്തിരിപ്പിനും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഒരു പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് ആണ്, മുസ്ലിം കോൺഗ്രസ് ആണെന്നൊക്കെ ഒരു പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുക. ആ പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുന്നതിന്റെ മുമ്പേ അതിന്റെ ടീസർ ആരാ പുറത്തുവിട്ടത്? രാജീവ് ചന്ദ്രശേഖരനല്ല. അതിന്റെ ടീസർ ആരാ പുറത്തുവിട്ടത്? സുരേന്ദ്രനല്ല. അതിന്റെ ടീസർ ആരാ പുറത്തുവിട്ടത്? VV രാജേഷ് അല്ല. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ടീസർ പുറത്തുവിടുന്നത് സജി ചെറിയാനാണ്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാമെന്ന് ഒരു CPM-ന്റെ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടന തൊട്ട് അധികാരമേറ്റൊരു മന്ത്രി പ്രസംഗിക്കുമ്പോ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് CPM-ഉം BJP-യും തമ്മിലടിപ്പിക്കാൻ നിൽക്കുന്നു, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്നു. രണ്ടുപേരുടെയും ഒരേ അജണ്ട, ഒരേ ശബ്ദം, ഒരേ ഛായ. അതിനെ രണ്ടിനെയും തൂത്തെറിയാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നു. ആ ജനങ്ങളുടെ ഇടയിലേക്കാണ് ഈ ധർമ്മസമരവുമായി കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തകരും ഇന്ന് ജില്ലകളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പാലക്കാട്ടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സമരാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ബഹുമാന്യരായ നേതാക്കന്മാരുടെ അനുമതിയോടെ ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.